ഈ അമ്മ ഒറ്റയ്ക്ക് ഒരു ഒറ്റ മുറിയിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ മൂത്ത മകൾ ശിഖയും കുടുംബവും ഉണ്ട്. ശിഖ രാവിലെ ചെന്ന് നോക്കുമ്പോഴാണ് പനിച്ച് വിറച്ച് അമ്മ കിടക്കുന്നത് കാണുന്നത്. നിർമ്മലാമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ശിഖ അമ്മയുടെ ഈ അവസ്ഥയും കണ്ട് വീട്ടിൽ പോയി എല്ലാവരോടും പറയാമ്പോഴുണ്ട് അയൽപക്കക്കാരിയായ ചന്ദ്രിക വരുന്നു. നിർമ്മലാമ്മയ്ക്ക് എള്ളിട്ടാ പൊരിയുന്ന പനിയാണ്. 10-75 വയസ്സുണ്ട് അവർക്ക്. ഈ അമ്മ ഒറ്റയ്ക്ക് ഒരു ഒറ്റ മുറിയിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ മൂത്ത മകൾ ശിഖയും കുടുംബവും താമസിക്കുന്നുണ്ട്. ശിഖ രാവിലെ ചെന്ന് നോക്കുമ്പോഴാണ് അമ്മ പനിച്ച് വിറച്ച് കിടക്കുന്നത് കാണുന്നത്. നിർമ്മലാമ്മയുടെ അവസ്ഥ വളരെ മോശമാണ്. ശിഖ അമ്മയുടെ ഈ അവസ്ഥയും കണ്ട് വീട്ടിൽ പോയി എല്ലാവരോടും പറയാനായിട്ട് ഇറങ്ങി ഓടുമ്പോഴുണ്ട് അയൽപക്കക്കാരിയായ ചന്ദ്രിക അവിടേക്ക് വന്നത്. അവർ തൊഴിലുറപ്പ് പണിക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് ശിഖയുടെ ഈ ഒരു ഓട്ടം. ചന്ദ്രിക ചോദിച്ചു, എന്ത് പറ്റി ശിഖയെ, എവിടെ ഈ രാവിലെ ഓടുന്നത്? ശിഖ പറഞ്ഞു, അമ്മയ്ക്ക് ഒട്ടും വയ്യ ചേച്ചി, നല്ല പനിയും വിറയലും ഒക്കെയാണ്. അമ്മയെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകണം. മെമ്പറടുത്തൊക്കെ ഒന്ന് കാര്യം പറയണം. ഒരു സഹായത്തിന് ആൾക്കാർ വേണം. ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ശിഖ ഓടുകയാണ്. ചന്ദ്രിക എന്തായാലും ഒന്ന് പോയി നോക്കാം, ഇത്രയും വയ്യാത്തതല്ലേ എന്ന് കരുതി ആ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ ചാരിയിട്ടിരിക്കുകയാണ്. ചന്ദ്രിക മുറ്റത്ത് നിന്നുകൊണ്ട് നിർമ്മലേച്ചി നിർമ്മലേച്ചി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ചന്ദ്രികയ്ക്ക് ഓർമ്മ വരുന്നത്, പറയും പോലെ പനിച്ച് വിറച്ച് കിടക്കുന്നവർ എങ്ങനെ വിളിയേക്കും. ചന്ദ്രിക അകത്തേക്ക് കയറി നിർമ്മലാമ്മ കിടക്കുന്ന ആ ഭാഗത്തോട്ടൊന്ന് നോക്കി. ചന്ദ്രിക പനിച്ച് വിറച്ച് കിടക്കുന്ന നിർമ്മലാമ്മയെ അല്ല അവിടെ കണ്ടത്, പകരം മറ്റൊരാളെയാണ്. അവർ ഞെട്ടിപ്പോയി. പിന്നീട് ചന്ദ്രിക ഒരൊറ്റ ഓട്ടമാണ് അടുത്തുള്ളവരോടൊക്കെ ചെന്ന് കാര്യം പറഞ്ഞു. ശിഖയും എത്തി. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ്. എന്തായിരിക്കും അവിടെ ചന്ദ്രിക കണ്ടത്? ആരാണ് പിന്നെ അവിടെ കിടന്നത്? നമുക്ക് ആ സംഭവത്തിലേക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. തിരുവനന്തപുരത്തെ ചിറയൻകീഴിലാണ് 75 വയസ്സുള്ള നിർമ്മല താമസിച്ചിരുന്നത്. ഈ നിർമ്മലയ്ക്ക് 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. ഇവരുടെ ഭർത്താവ് മക്കളൊക്കെ ചെറുതായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടതാണ്. അയാൾക്ക് ഒരു ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ മക്കളെയൊക്കെ വളർത്തി പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്കിയത് ഈ നിർമ്മല ഒറ്റയ്ക്കാണ്. ധാരാളം സ്വത്തുക്കൾ ഭർത്താവ് സമ്പാദിച്ച് വച്ചതുകൊണ്ട് സാമ്പത്തികമായിട്ട് നിർമ്മലയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആൾബലം മാത്രമാണ് അവർക്കില്ലാതിരുന്നത്. അതായിരുന്നു നിർമ്മലയുടെ ഏറ്റവും വലിയ വിഷമം. എന്നാലും ഒറ്റയ്ക്ക് അവർ എല്ലാം മാനേജ് ചെയ്തു. മക്കളൊക്കെ വലുതായി. മൂത്ത മകൾ ശിഖയ്ക്ക് ഒരു കല്യാണാലോചനയൊക്കെ വരികയാണ് ആ സമയത്ത്. നിർമ്മല 101 പവനും 1 ഏക്കർ സ്ഥലവും കൊടുത്താണ് ശിഖയെ ആഡംബരമായി കെട്ടിച്ചു വിട്ടത്. പിന്നെ ഉള്ള 2 മക്കളും പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങി അവർ അമേരിക്കയിലേക്ക് പോയി. അവരും അധികം താമസിയാതെ കല്യാണമൊക്കെ കഴിച്ച് അമേരിക്ക തന്നെ സെറ്റിൽഡുമായി. വർഷങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. നിർമ്മല ഒറ്റയ്ക്ക് ഈ കുടുംബ വീട്ടിൽ ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പോഴുണ്ട് ശിഖ തകർന്നടഞ്ഞ ജീവിതവുമായിട്ട് വീട്ടിലെത്തി. കയ്യിലാണെങ്കിൽ 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ശിഖയുടെ ഭർത്താവ് അമ്മ കൊടുത്ത 101 പവനും 1 ഏക്കറും സകലതും വിറ്റ് തുലച്ച് അയാൾ നശിപ്പിച്ചിരിക്കുകയാണ്. അയാളൊരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. മാത്രവുമല്ല അയാൾ ശിഖയെ നല്ല ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യും. ഉത്തര, വൈഷ്ണവി എന്നീ 2 പെൺമക്കളും ഇതിനിടയ്ക്ക് ശിഖയ്ക്ക് ഉണ്ടാവുകയാണ്. ശിഖയുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് തുലച്ച ശേഷം അയാൾ ഒരു മനസാക്ഷിയും ഇല്ലാതെ ഈ ഭാര്യയെയും 2 പെൺകുഞ്ഞുങ്ങളെയും അടിച്ചിറക്കി അങ്ങ് വിടുകയാണ്. പിന്നെ ശിഖയും മക്കളും വേറെ പോകാൻ സ്ഥലമില്ലാതെ അമ്മ വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. 2 കൈയും നീട്ടി നിർമ്മലാമ്മ അവരെ സ്വീകരിച്ചു. അല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ മകളെയും ഈ കൊച്ചുമക്കളെയൊക്കെ വലിയ കാര്യമായിട്ട് ഈ അമ്മ നോക്കുകയാണ്. നിർമ്മലയ്ക്ക് ഭർത്താവിൻ്റെ പെൻഷനും പിന്നെ നല്ല ബാങ്ക് ബാലൻസും ഒക്കെ ഉണ്ട്. കുറച്ച് വസ്തുവൊക്കെ വിറ്റ പൈസയൊക്കെ ഇവർ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല പിന്നെയും ഉണ്ട് കുറച്ച് വസ്തുവകകളൊക്കെ ചുറ്റുപാടും കിടപ്പുണ്ട് ഇവരുടെ പേരിൽ. ഈ കുടുംബ വീട് തന്നെ 10-15 വസ്തുവിനകത്തുള്ള ഒരൊറ്റ വീടാണ്. ശിഖയുടെ മക്കളിൽ മൂത്ത പെൺകുട്ടിയാണ് ഉത്തര. ഇളയ പെൺകുട്ടിയുടെ പേര് വൈഷ്ണവി. ഈ ഉത്തര പഠിക്കാനൊക്കെ ബഹുമിടുക്കിയാണ്. പക്ഷേ വൈഷ്ണവിക്ക് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ പെൺകുട്ടിക്കാണെങ്കിൽ ബുദ്ധിക്കും ചില പ്രശ്നങ്ങളുണ്ട്. അവരുടെ ചികിത്സ ഇങ്ങനെ നടക്കുകയാണ്. നിർമ്മല ശിഖയെയും മക്കളെയും സഹായിക്കുന്നത് കൂടാതെ ഈ കുടുംബ വീടും കൂടി ശിഖയുടെ പേരിൽ എഴുതി കൊടുത്തു.
കാരണം അവർ നോക്കുമ്പോൾ ശിഖയും മക്കളുമാണ് ഒപ്പം ഇവരുടെ ഒപ്പം താമസിക്കുന്നത്. മാത്രമല്ല മറ്റ് 2 മക്കളും അമേരിക്കയിൽ നല്ല നിലയിൽ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. മക്കളിൽ ശിഖ മാത്രമാണ് ഇങ്ങനൊരു മോശപ്പെട്ട അവസ്ഥയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബ വീട് ശിഖയ്ക്ക് അവർ എഴുതി കൊടുക്കുകയാണ്. മറ്റു മക്കൾക്ക് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാരണം അവർ നോക്കുമ്പോൾ ചേച്ചിക്കാണ് വലിയ വകയൊന്നും ഇല്ലാത്തത്. അത് മാത്രമല്ല അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് ചേച്ചിയുമാണ്. അതുകൊണ്ട് തന്നെ കുടുംബ വീട് കൊടുക്കാൻ അവരും സമ്മതിച്ചു. അവൾ അമ്മയെ നോക്കുമെന്നാണ് ഈ മറ്റു മക്കളും കരുതുന്നത്. പക്ഷേ അവിടെയാണ് നിർമ്മലയ്ക്കും മറ്റു മക്കൾക്കും കണക്ക് തെറ്റിയത്. പോകെ ശിഖയും നിർമ്മലയും തമ്മിൽ പല കാര്യങ്ങൾക്കും ഇങ്ങനെ തെറ്റാൻ തുടങ്ങി. ശിഖയ്ക്ക് നിർമ്മലയുടെ പണത്തിലായിരുന്നു കണ്ണ് മുഴുവൻ. പണത്തിൻ്റെ പേരും പറഞ്ഞ് ഈ അമ്മയും മകളും തമ്മിൽ എപ്പോഴും വഴക്കാണ്. ഇപ്പോൾ ശിഖയുടെ മകൾ ഉത്തരയ്ക്ക് ചെറിയൊരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉത്തരയാണെങ്കിൽ പഠിച്ച് MBA വരെ പഠിച്ചതാണ്. അവൾ പ്രതീക്ഷിച്ച ജോലിയൊന്നും അവൾക്ക് കിട്ടിയതുമില്ല. ഇതും പോരാത്തതിന് ഈ വൈഷ്ണവിയുടെ ചികിത്സ മുഴുവൻ ഇപ്പോൾ ഉത്തരയുടെ തലയിലാണ്. വീട്ടുകാര്യങ്ങളും ചികിത്സയും എല്ലാം കൂടി ഉത്തരയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ഭാരമായി. ഓട്ടോമാറ്റിക്കലി അമ്മയ്ക്കൊപ്പം ചേർന്ന് ഈ അമ്മൂമ്മയോട്, അതായത് ഈ നിർമ്മലയോട് ഉത്തരയും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഇത്രയൊക്കെ കൊടുത്തിട്ടും തൻ്റെ പെൻഷനും ബാക്കിയുള്ള പൈസയും കൂടി അടിച്ചെടുക്കാൻ നോക്കുന്നത് നിർമ്മലയ്ക്ക് സമ്മതിച്ചു കൊടുക്കാനും പറ്റിയില്ല. ആരും സമ്മതിച്ചു കൊടുക്കുന്ന കാര്യമല്ല. അവർ ഇനി ചില്ലി പൈസയുടെ സഹായം എന്നിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, നിങ്ങൾക്ക് മാക്സിമം ഞാൻ തന്നിട്ടുണ്ട് എന്ന് തന്നെ തീർത്തങ്ങ് പറയുകയാണ്. പ്രശ്നങ്ങൾ ഇതോടെ വഷളായി. നിർമ്മല അവസാനം ഈ കുടുംബ വീടിനോട് ചേർന്ന് തന്നെ ഒരു ഒറ്റമുറിയും അടുക്കളയൊക്കെ കെട്ടി അങ്ങോട്ടേക്ക് താമസം മാറി. കാരണം ഈ മകൾക്കും കൊച്ചുമക്കൾക്കും ഒപ്പം ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പ്രശ്നങ്ങളാണ്. അമ്മയ്ക്ക് അമേരിക്കയിലിരുന്ന് മറ്റു മക്കളും അത്യാവശ്യം പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അമ്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ 2 വീടായി ഒരു പുരയിടത്തിൻ്റെ അകത്ത്. അമ്മ മാറി താമസിച്ചിട്ടും ശിഖയ്ക്കും മക്കൾക്കും ഇവരോടുള്ള കലിപ്പും പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നിർമ്മലാമ്മ സ്വന്തമായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ആ ചെറിയ വീട്ടിൽ അങ്ങ് ഒതുങ്ങിക്കൂടി. പരസ്പരം ഒരു സഹകരണവും ഇല്ലാതെയാണ് ഈ 2 വീടും ഇപ്പം. വർഷങ്ങളിങ്ങനെ വീണ്ടും കഴിഞ്ഞുപോയി. ഉത്തരയ്ക്കാണെങ്കിൽ ഇപ്പോൾ 35 വയസ്സായി. ഉത്തരയെ നല്ല സാമ്പത്തിക സ്ഥിതിയൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ കെട്ടിച്ചു വിടാനാണ് ശിഖ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഉത്തരയ്ക്കും അതാണ് ഇഷ്ടം. പക്ഷേ ഒരു കല്യാണവും ഈ പെൺകുട്ടിക്ക് ഉറയ്ക്കുന്നില്ല. കാരണം ഇവർക്ക് കല്യാണം നടത്താനുള്ള പൈസയില്ല. ആകെയുള്ളത് ഉത്തരയുടെ കുറച്ച് സൗന്ദര്യവും MBA പഠിച്ച സർട്ടിഫിക്കറ്റും മാത്രമാണ്. ആകെ ഉണ്ടായിരുന്ന ചെറിയ ജോലിയാണെങ്കിൽ ഉത്തര ഇപ്പോൾ കളഞ്ഞിട്ട് നിൽക്കുകയാണ്. വീടും വസ്തുവും ശിഖ പണയം വെച്ചൊന്നും ഉത്തരയ്ക്ക് കല്യാണം നടത്താൻ തയ്യാറുമല്ല. എന്നാൽ നല്ല സാമ്പത്തികമുള്ള പയ്യനെ ഇവർക്ക് വേണം താനും. വന്ന ആലോചനകളെല്ലാം വന്ന വഴിയെ തിരിച്ചു പോവുകയാണ്. നിർമ്മലാമ്മയ്ക്ക് ഇപ്പോൾ 75 വയസ്സായി. വടിയൊക്കെ കുത്തിപ്പിടിച്ചാണ് ആയമ്മ നടക്കുന്നത്. ഉത്തരയും ശിഖയും അധികം ആരോടും അങ്ങനെ മിണ്ടുന്ന പ്രകൃതക്കാരല്ല. ചുറ്റുപാടുമുള്ള ആൾക്കാരുമായിട്ടൊന്നും ഇവർ വലിയ സഹകരണം ഇല്ലാതെ ഈ വീട്ടിൽ അടച്ചിരിപ്പാണ് പണി. ഉത്തര ഉണ്ടായിരുന്ന ജോലിയും കളഞ്ഞതോടെ ഇവർ തീർത്തും പട്ടിണിയും പരിവട്ടവുമായി ആ വീട്ടിലിപ്പോൾ. വൈഷ്ണവിയുടെ ചികിത്സയും ഒക്കെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുകയാണ്. പിന്നെയുള്ളത് 3 വയറ് കഴിയുക എന്നതാണ്. ഉത്തരയാണ് ആ വീട് പട്ടിണിയില്ലാതെ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള 1-2 അമ്പലങ്ങളിൽ ഡെയിലി ചോറ് കൊടുക്കും. പാവങ്ങൾക്കും അല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ നിന്ന് കൊടുക്കുന്ന ചോറ്. അതാണ് ഉത്തര ആ വീട് അങ്ങനെ കൊണ്ടുപോകുന്നത്. പിന്നെ സദ്യയോ ഉത്സവങ്ങളോ എക്സ്ട്രാ അന്നദാനങ്ങൾ അങ്ങനെയൊക്കെ നടത്തുമല്ലോ ഓരോരുത്തരുടെ വക. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വാങ്ങിച്ചെടുത്താണ് ഇവരങ്ങ് ജീവിച്ചു പോകുന്നത്. ഇത്തരത്തിൽ ദയനീയമായിട്ടാണ് ഇവർ ഇപ്പുറത്ത് താമസിക്കുന്നത്. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിർമ്മല ഒന്നിനും ഒരു മുട്ടുമില്ലാതെ നല്ല ആഹാരമൊക്കെ കഴിച്ച് നന്നായിട്ട് ജീവിക്കുന്നത്. ഇതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന ശിഖയും ഉത്തരയും നിർമ്മലയോട് ഇങ്ങനെ കടുത്ത പക വയ്ക്കുകയാണ് മനസ്സിൽ. നാട്ടുകാർ പിന്നെ കാണുന്നത് എന്തെന്നാൽ മുറ്റത്തിറങ്ങി മുഖത്തോട് മുഖം നോക്കിയാൽ ഈ അമ്മയും മോളും കൊച്ചുമോളും തമ്മിലുള്ള വഴക്കും ബഹളമൊക്കെയാണ്. വഴക്കും ബഹളവും മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഈ പൈസയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഈ വയസ്സായ സ്ത്രീയുമായിട്ട് ഈ അമ്മയും മോളും കൂടെ വഴക്കുണ്ടാക്കും. വഴക്ക് കൂടാതെ പൈസ കൊടുക്കാത്ത വൈരാഗ്യത്തിൽ ഈ അമ്മയുടെ ചെകിട്ടത്തടിക്കുകയും അവരെ കണ്ടമാനം ഉപദ്രവിക്കുന്നതാണ് നാട്ടുകാർ പിന്നെ കാണുന്നത്. ഒന്നാമത് അവർക്ക് 10-75 വയസ്സായി.
നാട്ടുകാരോടൊക്കെ ഇവർ നടന്ന് സങ്കടം പറയുകയാണ്, ഇടപെടാതിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ അത് കുടുംബ പ്രശ്നമല്ലേ, അവർ അമ്മയും മകളും അല്ലേ എന്നൊക്കെ പറഞ്ഞാണ് നാട്ടുകാർ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. മറ്റ് സഹോദരങ്ങളൊന്നും ഈ ശിഖയായിട്ടൊന്നും വലിയ സഹകരണം ഇല്ല. വർഷങ്ങളായിട്ടൊരു സഹകരണവും ശിഖയുമായിട്ട് ഇല്ല. എന്നിരുന്നാൽ കൂടിയും അമ്മയെ ഇവൾ ഉപദ്രവിക്കുന്നതൊക്കെ നാട്ടുകാർ വഴി ഇവർ അറിയുകയാണ്, മെമ്പറൊക്കെ വിളിച്ച് പറയുകയാണ്. അതൊക്കെ അറിഞ്ഞിട്ട് ശിഖയ്ക്കും ഉത്തരയ്ക്കും പല തവണ വിളിച്ച് ഇവർ വാണിംഗ് കൊടുക്കുകയാണ്, അമ്മയെ ഉപദ്രവിക്കരുത്, പ്രശ്നമാകുമെന്ന്. പക്ഷേ അമ്മയും മോളും അതൊന്നും മൈൻഡ് ചെയ്തതുമില്ല. പകരം അവർ അതിനൊക്കെ കൊടുത്ത മറുപടി ഇതായിരുന്നു: ഞങ്ങൾ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പടച്ചോറൊക്കെ തിന്ന് ജീവിക്കുമ്പോൾ അപ്പുറത്ത് സുഭിക്ഷമായി ഉണ്ടു ഉറങ്ങിയാണ് ആ കിളവി ജീവിക്കുന്നത്. അവരാണെങ്കിൽ സഹായിക്കുന്ന പോലുമില്ല ഞങ്ങളെ ഇപ്പോൾ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് പണമൊക്കെ തന്ന് സഹായിക്ക് എന്നായിരുന്നു ഇവരങ്ങോട്ട് ചോദിച്ച മറുപടി. ഈ വഴക്കും ബഹളമൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. അതായത് ഈ വയസ്സായ സ്ത്രീയെ ഉപദ്രവിക്കുന്നതൊക്കെ കണ്ട് മടുത്ത് ഈ മെമ്പറും മറ്റ് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഈ വിദേശത്തുള്ള മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും ഇതിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന്. മക്കൾക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അവർ അമ്മയോട് ആ വീട് മാറി മറ്റൊരിടത്തേക്ക് താമസം മാറാൻ പറയുകയാണ്. പക്ഷേ ആ സ്ഥലം വിട്ട് പരിചയമില്ലാത്ത ഒരിടത്തേക്ക് പോകുന്ന കാര്യം അവർക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ മക്കൾ തന്നെ വീട്ടിനകത്തും ഗേറ്റിന് മുന്നിലുമൊക്കെ CCTV ഒക്കെ ഘടിപ്പിച്ചു. ഇനി അമ്മയെ എന്തേലും ഉപദ്രവിച്ചാൽ ഈ CCTV ദൃശ്യം സഹിതം എടുത്ത് പോലീസ് പരാതി കൊടുത്ത് അകത്താക്കുമെന്ന് ശിഖയോട് മറ്റ് സഹോദരങ്ങൾ പറയുകയാണ്. അത് കേട്ടപ്പോൾ ശിഖയ്ക്കും ഉത്തരയ്ക്കും ഒന്ന് ഭയം തോന്നി. അതിൽ ചെറിയൊരു പേടി തോന്നിയ ശിഖയും ഉത്തരയും പിന്നെ നിർമ്മലയുടെ വീട്ടിലോട്ടുള്ള പോക്കും അങ്ങ് നിർത്തി. ഉപദ്രവവും ഇല്ല, പ്രശ്നവും ഇല്ല. ഉത്തരയ്ക്കാണ് ശിഖയെക്കാളും നിർമ്മലയോട് ഏറ്റവും കൂടുതൽ വൈരാഗ്യം ഉണ്ടായിരുന്നത്. ആ പകയിൽ അവൾ അങ്ങനെ നീറി ഇരിക്കുമ്പോഴാണ് ഒരു സത്യം കൂടി അവൾ അറിയുന്നത്. നിർമ്മലയ്ക്ക് ഈ സമ്പാദ്യം കൂടാതെ ചിറയൻകീഴ് സർവീസ് സഹകരണ ബാങ്കിൽ നല്ലൊരു തുക ഡെപ്പോസിറ്റും ഉണ്ടെന്നും അതിൻ്റെ പലിശ ഈ അമ്മുമ്മ കൃത്യമായിട്ട് എല്ലാ മാസവും ഓട്ടോ പിടിച്ചു പോയി എടുത്തുകൊണ്ട് വരുമെന്നും അവൾ അറിഞ്ഞു. ഉത്തരയ്ക്ക് ആകെ ഹാലിളകി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവൾ ഇക്കാര്യം ചെന്ന് അമ്മ ശിഖയോട് പറയുകയാണ്. ശിഖയ്ക്കും അത് കേട്ടപ്പോൾ ആകെ ദേഷ്യമായി. ഇത്രയും വരവ് 4 ഭാഗത്തു നിന്നും ഈ വയസ്സാം കാലത്ത് അവർ അനുഭവിക്കുമ്പോൾ നമ്മളിവിടെ പട്ടിണിയും പരിവട്ടമായിട്ട് കഴിയുന്നു എന്ന് ഉത്തര ശിഖയോട് പറയുകയാണ്. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നും കിളവിയുടെ കയ്യിൽ നിന്നും ഈ ഡെപ്പോസിറ്റ് അടിച്ചു മാറ്റണമെന്ന് ഉത്തര പറഞ്ഞു. ശിഖയ്ക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ അമ്മ ഇട്ടിക്കുന്ന ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടും? അതിന് ഉത്തര കൊടുത്ത മറുപടി ഇതായിരുന്നു: MBA-കാരുടെ ബുദ്ധിയാണ്. അമ്മ ജീവിച്ചിരുന്നാലല്ലേ നിങ്ങൾക്ക് അത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൂ. നിങ്ങളുടെ അമ്മ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ. ശിഖയ്ക്ക് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മോള് ചിന്തിച്ചത് പിടികിട്ടി. പിന്നെ ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിന് ഉത്തരയുടേതായിരുന്നു. അവളുടെ പ്ലാനിൽ അമ്മ ശിഖയോടൊപ്പം കൂട്ടുകയാണ്. 2024 ഒക്ടോബർ 17 ശിഖയും ഉത്തരയും സന്ധ്യയോടെ ഈ നിർമ്മലയുടെ വീട്ടിലെത്തി. ഉത്തര ആദ്യം ചെയ്തത് കട്ടിലിൽ കണ്ണടച്ച് കിടക്കുകയാണ് ഈ അമ്മൂമ്മ. മുറിയിലുള്ള ആ CCTVയും ഗേറ്റിന് മുന്നിലുള്ള CCTVയുടേതെല്ലാം ഇവളങ്ങ് ഓഫ് ചെയ്തു. ശേഷം ഒരു മനസാക്ഷിയില്ലാതെ ഇവളൊരു ബെറ്റും കൊണ്ടാണ് ആ വീട്ടിലോട്ട് പോകുന്നത്. ആ മുറിയിൽ കിടന്ന ആ അമ്മൂമ്മയുടെ കഴുത്തിൽ ആ ബെറ്റ് കൊണ്ടങ്ങ് മുറുക്കി. അമ്മയും മകളും ചേർന്നാണ് ആ ബെറ്റ് കൊണ്ട് അവരുടെ കഴുത്ത് വലിക്കുന്നത്. നിർമ്മല അമ്മ മരിച്ചെന്ന് ഉറപ്പായി. പിന്നീട് ഉത്തര ഗേറ്റിന് മുന്നിലുള്ള CCTV മാത്രം അങ്ങ് ഓണാക്കി വച്ചിട്ട് അമ്മയും മകളും കൂടി ഒന്നും സംഭവിക്കാത്ത പോലെ വീട്ടിലേക്കും പോയി. പിറ്റേ ദിവസം മുതൽ ഇവർ ഇങ്ങനൊരു സംഭവം നടന്നത് ആരും അറിയാതിരിക്കാനുള്ള തെളിവുകളാണ് പിന്നെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് നിർമ്മലാമ്മയ്ക്ക് ഗേറ്റിന് മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കവറിൽ പാലുകാരൻ പാല് കൊണ്ടിടുമായിരുന്നു. അവരതെടുത്തുകൊണ്ട് പോകും. ഇത് കൃത്യമായിട്ട് ഈ ഉത്തര എടുത്ത് മാറ്റുകയാണ്. പാല് നിർമ്മലാമ്മ എടുക്കാതിരുന്നാൽ ആൾക്കാർക്ക് ഡൗട്ട് തോന്നും ഇവരിവിടെ ഇല്ലേ എന്ന്. അങ്ങനെ ഡൗട്ട് തോന്നാതിരിക്കാനാണ് അവൾ അത് ചെയ്തത്. അതാണ് അവൾ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തനവും. ഈ പാല് എടുത്തു മാറ്റിക്കൊണ്ടിരുന്നത് കറക്റ്റായിട്ട് CCTVയിൽ പതിയുകയാണ്. 3-4 ദിവസം പിന്നിട്ടു. നിർമ്മലാമ്മയെപ്പറ്റി ആരും ഇപ്പം അന്വേഷിക്കുന്നില്ല. ഇപ്പുറത്താണെങ്കിൽ എന്നത്തെയും പോലെ തന്നെ ജീവിക്കുകയാണ് അമ്മയും മകളും. ഇതിൻ്റെ ഇടയ്ക്ക് ശിഖയും ഉത്തരയും കൂടി ആരും അറിയാതെ സർവീസ് സഹകരണ ബാങ്കിൽ ചെന്നിട്ട് ചോദിക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ല, കിടപ്പാണ്. അമ്മയുടെ ഇവിടുത്തെ ഡെപ്പോസിറ്റൊക്കെ പിൻവലിക്കാനാണ് മോളായ ഞാൻ വന്നത്. എന്തൊക്കെയാണ് ഇവിടുത്തെ ഫോർമാലിറ്റീസ് എന്നും ബാങ്കുകാർ കറക്റ്റായിട്ട് പറഞ്ഞു. അതൊന്നും അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല.
എത്ര വയ്യെങ്കിലും നിർമ്മല തന്നെ വന്ന് ഇത് പിൻവലിക്കണം. അവരുടെ ഒപ്പ് വേണം. എങ്കിൽ മാത്രമേ പണം വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ ഉത്തര അമ്മയോട് പറയുകയാണ്, ഇനി ആ ബോഡി അവിടെ കിടന്നാൽ നാട്ടുകാരറിയും. അതിനു മുന്നേ നമുക്ക് അവരുടെ മരണം എല്ലാവരും അറിയിക്കണം. അങ്ങനെയാണ് അമ്മയ്ക്ക് കലശലായ പനിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിറങ്ങി ഓടുന്നത്. അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു എന്നൊക്കെയാണ് ഈ ചന്ദ്രികയോട് പറയുന്നത്. പക്ഷേ ചന്ദ്രിക ചെന്ന് നോക്കുമെന്ന് ഇവൾ കരുതിയില്ല. അവിടെയും ഇവൾ കാണിച്ചത് എന്ത് യുക്തിയിലാണെന്ന് മനസ്സിലാകുന്നില്ല. പനി പിടിച്ച അവശതയെന്ന് പറഞ്ഞ നിർമ്മലയുടെ ശരീരം ചന്ദ്രിക ചെന്ന് നോക്കിയപ്പോൾ ഉടുതുണിയൊന്നുമില്ലാതെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തള്ളി മറിച്ചിട്ട നിലയിൽ പാതി ജീർണിച്ച് അസഖ്യമായ നാറ്റത്തിൽ കിടക്കുകയാണ്. അതിൽ തന്നെ ചന്ദ്രിക എന്ന സ്ത്രീക്ക് ശിഖ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് മനസ്സിലായി. മാത്രമല്ല അമ്മൂമ്മയുമായി ഇത്രയും പ്രശ്നങ്ങളായിരുന്ന ഉത്തര തന്നെ ആ പാല് പാക്കറ്റ് ഡെയിലി എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നതും CCTVയിൽ വ്യക്തമായി. അത് ഉത്തരയ്ക്ക് ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണോ എന്നാണ് അത്ഭുതം. CCTV ദൃശ്യം കണ്ട നാട്ടുകാരും വിദേശത്തിരുന്ന മറ്റു മക്കളും പോലീസും ഒക്കെ അന്തം വിടുകയാണ്. എല്ലാവരുടെയും ചിന്ത കൃത്യമായിട്ട് ശിഖയിലും ഉത്തരയിലേക്കും തന്നെയാണ് ചെന്നെത്തിയത്. വിദേശത്തിരുന്ന മക്കള് മുറിയിലെ CCTV 3-4 ദിവസം ഓഫായതും ഉത്തര ഈ പാലെടുത്തുകൊണ്ട് പോയതും ഒന്നും ശ്രദ്ധിച്ചതുപോലുമില്ല. എന്തിന് 3-4 ദിവസം ഈ അമ്മ മരിച്ചതുപോലും വിദേശത്തിരുന്ന മക്കൾ ഒന്ന് അന്വേഷിച്ചിട്ട് പോലുമില്ല. എന്തായാലും പാവ അമ്മയുടെ ജീവൻ പോയി. ഇതിൽ ആരുടെ ഭാഗത്താണ് കൂടുതൽ ന്യായമെന്ന് നിങ്ങൾക്ക് തോന്നുന്നെന്ന്